സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ പ്രചരണം ശക്തമാക്കി UDF വിമതൻ. കുടുംബയോഗങ്ങൾ അടക്കം ചേർന്നാണ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി KC ഷാവുൽ ഹമീദ് പ്രചരണത്തിൽ മുന്നേറുന്നത്. സ്ഥിരമായി മത്സരിക്കുന്നവർക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് ഷാവുൽ ഹമീദ് പറയുമ്പോൾ കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ ഷാവുൽ ഹമീദിനൊപ്പം നിൽക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നത്. ദീർഘകാലം എടക്കര പഞ്ചായത്ത് പ്രസിഡന്റായും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്ന OT ജെയിംസാണ് UDF സ്ഥാനാർത്ഥി. അതിനാൽ തന്നെ UDFനും കോൺഗ്രസിനും ഇവിടെ വിജയം അനിവാര്യമാണ്. വിമത സ്ഥാനാർത്ഥി KC ഷാവുൽ ഹമീദ് അത്ര നിസ്സാരക്കാരനല്ല. ദീർഘകാലമായി എടക്കര ബ്ലോക്ക് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ്. ഷാവുൽ ഹമീദിന്റെ ശക്തി തിരിച്ചറിഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്ത് MLA ഉൾപ്പെടെ ഷാവുൽ ഹമീദിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ പോരാട്ടം കോൺഗ്രസിനെതിരെയല്ല, സ്ഥാനമോഹികൾക്കെതിരെയാണെന്നാണ് KC ഷാവുൽ ഹമീദ് പ്രചരണത്തിനിടയിൽ വോട്ടർമാരെ ഓർമ്മപ്പെടുത്തുന്നത്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി KC ഷാവുൽ ഹമീദ് വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി എടക്കര പഞ്ചായത്തിലേക്കും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നതിന് എതിരെയാണ് മത്സരിക്കുന്നത്. പാർട്ടിയെ പോലും വെല്ലുവിളിച്ച് ഇവർ സ്ഥിരമായി മത്സരിച്ച് അധികാരം കൈയാളുകയാണ്. ഇതിനെതിരെയാണ് താൻ എടക്കര ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉൾപ്പെടെ വലിയ പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നത്. അവസരം നിഷേധിക്കപ്പെടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും വർഷങ്ങളായി എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്ന KC ഷാവുൽ ഹമീദ് പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിലേക്ക് തികച്ചും യാദൃശ്യമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഒരുപോലെ ഒരു നിലപാടെടുത്തിരുന്നു. എന്നും ഞാൻ ഈ മുദ്രാവാക്യത്തിൽ ഉയർത്തിപ്പിടിച്ച രണ്ട് പേരുടെ പേരുകളായിരുന്നു. ഒന്ന് പുഷ്പവല്ലി ടീച്ചറും അതുപോലെ തന്നെ OT ജെയിംസും. ഇത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് വഴിമാറി കൊടുക്കണമെന്ന് വളരെ കൃത്യമായ നിലപാടോടുകൂടി യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും യുവജന സംഘടനകളും മഹിളാ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹമായിരുന്നു ഇവരെ മാറ്റി നിർത്തി ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഉജ്ജ്വലമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു ആ തുടക്കം മുതൽ തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ പുഷ്പവല്ലി ടീച്ചറും അതുപോലെ തന്നെ OT ജെയിംസും എന്നും ഞാൻ പറയുന്നത് പോലെ നിലമ്പൂരിൻ്റെ MLA ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനീയനായ പ്രസിഡന്റ് VS ജോയി ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം നിരസിച്ചുകൊണ്ടാണ് അവർ സ്വയം സ്ഥാനാർത്ഥികളായി മുമ്പോട്ട് വരികയും അതിലൂടെ അവരുടെ സ്ഥാനാർത്ഥിത്വം ആര് തന്നെ പറഞ്ഞാലും മാറിക്കൊടുക്കില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ ഇതുപോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തികച്ചും ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വന്നത്. ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചതല്ല, എൻ്റെ പാർട്ടിയുടെ ചിഹ്നമല്ലാതെ മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ട പാർട്ടിയുടെ ഉൾപാർട്ടിയിലെ ആളുകളും അതുപോലെ തന്നെ പൊതുവികാരവും ഇവർക്കെതിരെയാണെന്ന് ഈ 2, 3, 4 ദിവസം ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ വൈകുന്നേരങ്ങളിലായാലും 7 മണിയായാലും 8 മണിയായാലും മുഴുവൻ വീടുകളിലും കയറി ചെല്ലുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോലും ഇത്തരം ഈ നിലപാട് പറയുമ്പോൾ ആ നിലപാടിനുള്ള തിരിച്ചറിവ് അറിഞ്ഞുകൊണ്ട് അവർ അതിനുള്ള പിന്തുണ തരുമ്പോൾ ഞാൻ തന്നെ മാനസികപരമായി ഒരുപാട് സന്തോഷിക്കുകയാണ്. എൻ്റെ കൂടെ വരുന്ന ചെറുപ്പക്കാരുടെ ആഗ്രഹവും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് 100% വിജയിച്ച് തീർന്നിരിക്കുന്നു ഞാൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എന്നും ആവർത്തിക്കുന്നത് പോലെ അത് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ല, പക്ഷേ ഞാനെടുത്ത നിലപാടിന് കിട്ടുന്ന അംഗീകാരമാണ്. ഇതെൻ്റെ പോരാട്ടമാണ്. ഈ പോരാട്ടം ഞാൻ എന്നും പറയുന്നത് പോലെ ഈ 2 വ്യക്തികളെ മാറ്റി നിർത്തുന്നതിൻ്റെ പോരാട്ടമാണ്. അതിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു നടപടിയുമില്ല. തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് വരുമ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഇവിടെ മത്സര രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൻ്റെ ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയിൽ എന്നെ നിങ്ങൾ കൂട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.
ആര്യാടൻ മുഹമ്മദിനൊപ്പവും വി പ്രകാശിനൊപ്പം പ്രവർത്തിച്ച പാരമ്പര്യം തനിക്കുണ്ട്. യുവജനങ്ങൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ് ഇവർക്ക് സീറ്റ് നൽകിയതിലൂടെ അട്ടിമറിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരരംഗത്ത് ഉണ്ടാവേണ്ട സ്ഥാനത്ത് ഇവരെയെല്ലാം വെട്ടിനിരത്തി ചിലർ കോൺഗ്രസിനെ അധികാരത്തിനുള്ള മറയാക്കുകയാണെന്നും ഷാഹുൽ ഹമീദ് പറയുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. എന്നാൽ എടക്കര ഡിവിഷനിൽ ഷാഹുൽ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വം വിജയത്തെ ബാധിക്കില്ലെന്നാണ് ഔദ്യോഗിക വിഭാഗം പറയുന്നത്. എടക്കര ബ്ലോക്ക് ഡിവിഷനിലെ പോരാട്ടം ഇതിനകം തന്നെ ശ്രദ്ധേയമായി മാറിക്കഴിഞ്ഞു. എ+ വിഷൻ, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.